അത് മുറുകാനുള്ള കാരണം കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു കേസ് ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് NDA എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ കക്ഷിയായിരിക്കുന്ന BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ഈ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. ഈ വെള്ളാപ്പള്ളി നടേശന് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുള്ള ഹോൾഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. തുടർഭരണം ഉണ്ടാകും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒറ്റ ദിവസം കൊണ്ട് പ്ലേറ്റ് തിരിച്ചു. ഭരണം മാറി കഴിഞ്ഞപ്പോഴേക്ക് മോനെ പറഞ്ഞു വിട്ടിരിക്കുന്നു ബൊക്കയും മാലയൊക്കെ കൊടുത്തിട്ട് ആരെ VD സതീശനെ കാണാൻ. കക്കാനും അറിയാം നിൽക്കാനും അറിയാവുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൈക്രോ ഫിനാൻസ് കേസുകളുടെ അന്വേഷണം ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കേസ് മുറുകി. അതായത് നേരത്തെ നിന്നിരുന്ന ഒരു എന്താ പറയുക മന്ദിഭാവം മാറി ഇപ്പൊ കേസ് ചൂട് കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതായത് കെ മഹേഷിന്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും തലപൊക്കി. അപ്പം ഇതിനകത്ത് ഇപ്പൊ ഒരു സുപ്രധാന വിവരം മീഡിയാസ് വഴി പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു വിജിലൻസ് ശേഖരിച്ച മൊഴിയിൽ നിന്നുള്ള കുറച്ച് വിവരങ്ങൾ മീഡിയ വഴി പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് 3% പലിശ വായ്പ നൽകാനുള്ള മൈക്രോ ഫിനാൻസ് ഫണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശപ്രകാരം വകമാറ്റി ചെലവഴിച്ചതായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തോട്ട് വന്നിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാള് നൽകിയ ബൈറ്റിൽ നിന്നും അവർ കൊടുത്ത ഇൻഫർമേഷനിൽ നിന്നാണ് ഈ ഒരു വിവരം ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും 2003-16 കാലഘട്ടങ്ങളിലാണ് ശരിക്കും ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. ഇതിൽ ഏതാണ്ട് 15 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ടല്ലോ ആ കോർപ്പറേഷനിൽ നിന്ന് അനുവദിക്കുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് SNDP ശാഖാ യോഗങ്ങൾ വഴി കൊടുത്തതിന് ശേഷം അവർക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒരു ഗുണകരമായി അവരുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കുറഞ്ഞ ഒരു 3% പലിശയിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ചെയ്ത് അങ്ങനെയല്ല. ഈ ഫണ്ട് ഒന്നും ശാഖായോഗങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വെറും തുകയൊന്നുമല്ല 15 കോടി രൂപയാണ്. അപ്പോൾ അത് പുള്ളി കൈവശം വെച്ച് അനുഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചില പിണിയാളുകളും അതുവഴി ഈ പറയുന്ന SNDP യോഗങ്ങൾ വഴിയൊന്നും ഈ പറയുന്ന ഫണ്ട് വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പിന്നെ തന്നെയുമല്ല ഈ പണം തിരിച്ചടച്ചിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ വന്ന സാഹചര്യത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന VS അച്യുതാനന്ദൻ കേസുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ വിജിലൻസ് വന്ന് മൊഴിയെടുപ്പ് ഒക്കെ നടത്തിയ കഴിഞ്ഞ ഈ കൊല്ലം ഫെബ്രുവരി തന്നെ അതിന്റെ മൊഴിയെടുപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പിന്നീടാണ് കെ മഹേഷിന്റെ ആത്മഹത്യ. ഇപ്പം ശരിക്കും അത് മുറുകാനുള്ള കാരണം കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു കേസ് ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിലാണ് മൈക്രോ ഫിനാൻസ് കേസ് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അഴിമതി നടന്നു എന്നുള്ള കാര്യം ഒരുമാതിരി എല്ലാവർക്കും ഈ പറയുന്ന SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. കെ മഹേശൻ ഉൾപ്പെടെ അതിനകത്തൊരു പ്രതിസ്ഥാനത്തേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനു ഞാൻ പറഞ്ഞില്ലേ VS അച്യുതാനന്ദൻ അതിന്റെ ഷൈലോക്ക് എന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളതാണ്. പാവങ്ങളെ കഴുത്തറപ്പൻ പലിശയ്ക്കാണ് ഈ തുക സാധാരണക്കാരിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തിയത്. ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ പിണിയാളുകളിലേക്കും അദ്ദേഹത്തിന് സൗകര്യമുള്ള ആളുകളിലേക്കും ഒക്കെ തുക എത്തിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പണം അവിടെ ഇട്ട് റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം തിരിച്ചടയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവം പോലും നടന്നിട്ടില്ല. വകമാറ്റലും കാര്യങ്ങളും ഒക്കെ നടന്നു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ഈസി ആയ ഒരു പ്രക്രിയയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വരുന്ന സർക്കാരുകളെ അനുനയിപ്പിച്ച് നിർത്താൻ വേണ്ട എല്ലാ തന്ത്രങ്ങളും പയറ്റി അല്ലെങ്കിൽ എല്ലാ തരത്തിലും അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പത്രസമ്മേളനം വിളിക്കുക, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടാവും. എങ്ങനെ സാധിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട്? വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് തുല്യനൊന്നും അല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് തുല്യനൊന്നും അല്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തിന്റെ മാത്രം നേതാവാണ്. ആ സമുദായത്തിന്റെ മാത്രം നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനിലേക്ക് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ക്രോഡീകരിക്കപ്പെടുന്നത്? ഏതൊരു വിഷയം കേരളത്തിൽ സംബന്ധിച്ചിരുന്നാലും അതിനെല്ലാം ഒരു രാഷ്ട്രീയ വശത്തിലൂടെ മറുപടി നൽകുന്ന ഒരു സാമുദായിക നേതാവിന്റെ പിന്നാലെ മാധ്യമങ്ങൾ പോകേണ്ട ആവശ്യം എന്താണ്? അപ്പം അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലവും പുലർത്തിയിട്ടുള്ള മാൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന സിദ്ധാന്തമുണ്ട്. മനുഷ്യനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, മാധ്യമപ്രവർത്തകരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, തന്റെ മുന്നിലേക്ക് എത്തുന്നവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. നല്ല രീതിക്കും പറ്റും, അത് നല്ല രീതിക്കും മോശപ്പെട്ട രീതിയിലും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും വെള്ളാപ്പള്ളിക്ക് അറിയാം എങ്ങനെ നിന്ന് കളിക്കണമെന്ന്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, NDA എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ കക്ഷിയായിരിക്കുന്ന BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഈ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. ഈ വെള്ളാപ്പള്ളി നടേശന് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുള്ള ഒരു ഹോൾഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം വലുതാണെന്ന്. NDA-കാരനാണ്. BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ എന്ന് വെച്ചാൽ 100 ആൾക്കാർ തികച്ചില്ലാത്ത BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരനാണ്. ഈ കക്ഷിക്ക് CPM-ന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാം. CPM-ൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന അഭിപ്രായം പുറത്തു നിന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഇവിടെ പിന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ UDF-ൽ എത്ര മന്ത്രിമാരെ നിയമിക്കണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന്റെ ഈ ജനറൽ സെക്രട്ടറിയാണ്. എങ്ങനെ വന്നു? SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം വഹിക്കുന്ന ഈ പദവി കൂടി ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ലേ? അപ്പോ ഈ രീതിയിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ കാലാകാലങ്ങളായി അങ്ങനെ തന്നെ പറയണം. അതിൽ വീണ് പോകാതിരുന്ന എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ മാത്രമേ ഉള്ളൂ. VS ആണ് അതിനെതിരായി ശക്തമായ നടപടിക്രമമായിട്ട് പോയത്. അപ്പം ഇതിനകത്ത് വെള്ളാപ്പള്ളിക്ക് ഇവരെ അനുനയിപ്പിച്ച് നിർത്തണം. അതിനുവേണ്ട എല്ലാ ട്രാക്കും ഉപയോഗിക്കും, അതിനുവേണ്ട എല്ലാ തന്ത്രങ്ങളും വെള്ളാപ്പള്ളി നടേശൻ പയറ്റും. കാരണം എന്താ, പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം കിടപ്പുണ്ട്. അത് എല്ലാ കാലവും നിലനിർത്തിക്കൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ മരിക്കും വരെ അദ്ദേഹത്തിന് ഇരിക്കണം. അതിനുവേണ്ടി അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കരുത്. അല്ലെ തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ ആ തെരഞ്ഞെടുപ്പിനുള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് വീണ്ടും SNDP 30 കൊല്ലം അദ്ദേഹത്തിന് ഇരുന്നത് പോരാ, വീണ്ടും തനിക്ക് ഇരിക്കണം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ. എങ്കിൽ മാത്രമേ സമുദായത്തെ ഇനിയും വലിപ്പിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതിന് വേണ്ടത് എന്താ? അതിനു വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ഏത് രാഷ്ട്രീയ കക്ഷി ഇപ്പൊ പിണറായി വിജയനെ വേണ്ട, മറ്റേ പിണറായി വിജയൻ ആയിരുന്നു കേരളത്തിന്റെ ഏറ്റവും വലിയ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, തുടർഭരണം ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒറ്റ ദിവസം കൊണ്ട് പ്ലേറ്റ് തിരിച്ചു. ഇവിടെ ഭരണം മാറി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ മോനെ പറഞ്ഞു വിട്ടിരിക്കുന്നു ബൊക്കയും മാലയൊക്കെ കൊടുത്തിട്ട് ആരെ VD സതീശനെ കാണാൻ ഇല്ലേ. അപ്പം എന്തിനു വേണ്ടിയിട്ടാ? തനിക്കെതിരായി ഇനി യാതൊരു അതിക്രമവും ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ടാ. ഇപ്പൊ ഈ നടക്കുന്ന ഇതുണ്ടല്ലോ, 4 കുറ്റപത്രം കൊടുക്കും. ഇത് 2026 ഫെബ്രുവരി മാസത്തിലാണ് ഈ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത് ഈ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പൊ വീണ്ടും ഈ പറയുന്ന കേസ് പിന്നെ ഈ മൈക്രോ ഫിനാൻസും ഇതും കൂടി, അതായത് KK മഹേഷിന്റെ കേസോടെ ചേർത്തിട്ടാണ് ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇപ്പം വരും ദിവസങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കും. കുറ്റക്കാരനാണെങ്കിൽ പിടിച്ചകത്തിടും. പക്ഷെ അപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കും. അതിനെടുത്ത് മാറ്റാൻ കഴിയില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കോടതി അതിനകത്ത് എന്ത് തീരുമാനം എടുക്കും എന്നുള്ള കണ്ടറിയണം. തന്നെയുമല്ല, ഇനി ഈ കോടതിയിൽ ഇനി എന്ത് വിധി വന്നാലും വെള്ളാപ്പള്ളി നടേശൻ അറിയാം എനിക്ക് സുപ്രീം കോടതി പോയാൽ അന്ന് പിന്നെ വളരെ ഫലപ്രദമായ ഒരു വിധി കിട്ടുമെന്ന്. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനാണ് പിന്നെ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നത്. എവിടെ? സുപ്രീം കോടതിയിൽ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾക്കുള്ള ഒരു അദ്ദേഹം ഈ പറയുന്ന ഹോൾഡ് എങ്ങനെ തന്റെ ഈ പറയുന്ന രാഷ്ട്രീയ പിമ്പിങ് എന്ന് പറയും ഈ നയം ഉപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി കളിക്കുന്ന കളിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടം വരെ പോയി നിൽക്കുന്നു എന്നുള്ളത്. ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇത്തവണ വെള്ളാപ്പള്ളി വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്കാണ് ബൊക്ക കൊണ്ട് കൊടുത്തത് തുഷാർ, വേറെ ആർക്കുമല്ല, മുഖ്യമന്ത്രിക്ക്. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിന്നെ തുഷാറിനെ പോയി കാണുക ചെയ്ത് കൂടിക്കാഴ്ച നടത്തി. ഇവിടുത്തെ പിന്നെ എന്താ പറയുന്നത് പിന്നെ വനിതാ ശിശുക്ഷേമ വികസന മന്ത്രി ബിന്ദു കൃഷ്ണ നേരെ പോയി തൊഴുതു പിടിച്ച് നിന്ന് അവിടെ പോയി പിന്നെ അനുഗ്രഹവും മേടിച്ച് തിരിച്ചു വന്നു വെള്ളാപ്പള്ളിയുടെ. ഇതൊക്കെയാണ് പറയുന്നത്. ഇവിടെ കൃത്യമായി വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു നേതാവിന് അറിയാം എവിടെയൊക്കെ ഏതൊക്കെ രീതി കളിക്കണം എന്നുള്ളത്. ആ രീതിയിലെല്ലാം കളിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം ഈ കക്കാനും അറിയാം നിൽക്കാനും അറിയാവുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കക്കാൻ പഠിച്ചതാണ്, അവിടെ നിൽക്കാനും അറിയാം. എത്ര കേസുകളാണെന്നേ, എത്ര ക്രിമിനൽ കേസുകളുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ. വധശ്രമവും വധക്കേസും എത്ര ഉണ്ട്. എന്നിട്ടൊക്കെ അതൊക്കെ എന്തായി മാറി, എന്തായി അതൊന്നും എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതാ പറയുന്നത്. അതിനിടയ്ക്ക് എത്ര സർക്കാർ മാറി വന്നു. 2003 നടന്ന ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും അന്വേഷണം നടത്തിയില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഉണ്ടായിരുന്നു 16 വരെ. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു നടപടിക്രമം ആയിട്ടുണ്ടോ? ഇല്ല. അപ്പം എല്ലാ കാലത്തും ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാലത്ത് ഇത് തന്നെ സംഭവിക്കുകയുള്ളൂ. ഈ ഒന്നാമത് ഇപ്പോഴത്തെ സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി എന്താ പറയുക സംഘപരിവാർ NDAയുടെ ചായവുള്ള സർക്കാരാണ് നിലവിൽ ഇപ്പോഴുള്ളത്. അപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാരിന് വളരെ വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. ഇപ്പോഴും വെള്ളാപ്പള്ളിയെ തൊടാൻ ആർക്കും പറ്റില്ല. വെള്ളാപ്പള്ളിയെ തൊടാൻ പറ്റില്ല, അത് വാസ്തവമാണെന്നേ.
ഈ പറയുന്ന കേസും കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് ശിക്ഷ വിധിച്ചു എന്ന് വിചാരിക്കുക. അടുത്ത നേരെ പുള്ളി അപ്പീൽ ഹൈക്കോടതിയിൽ പോവും, ഹൈക്കോടതിയിൽ നേരെ സുപ്രീം കോടതി പോവും. അതിനൊന്നും യാതൊരു മടിയില്ലാത്തവരാണ് വെള്ളാപ്പള്ളി. ഇതിന് ആദ്യം ചെയ്യുന്നത് എന്തെന്നറിയാം, ഈ വിധിക്ക് സ്റ്റേ മേടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. സ്റ്റേ മേടിച്ച് വെച്ചിട്ട് ബാക്കി കേസ് അവിടെ പറയും. ഇതാണ് വെള്ളാപ്പള്ളിയുടെ തന്ത്രം. അതിനു വേണ്ടിയിട്ട് കാശ് മുടക്കാനും എത്ര കോടി മുടക്കാനും അല്ല വെള്ളാപ്പള്ളിക്ക് അറിയാം. കാര്യം എന്താ, മോട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറെ കാശ്. അപ്പൊ അത് ഏത് കള്ളത്തരത്തിന് വേണ്ടിയും ഇറക്കി കളിക്കാൻ പറ്റിയ ഒരു തൻ്റെ ഇടം ഇന്ന് വെള്ളാപ്പള്ളി നടേശനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൽ സർക്കാരിനെ ഇപ്പൊ പറഞ്ഞ എനിക്ക് ഈ കോൺഗ്രസ് സർക്കാരിൽ യാതൊരു വിശ്വാസമില്ല. ഇക്കാര്യത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ UDF സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് വെള്ളാപ്പള്ളിയെ എന്താ പറയുക പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടും എന്നുള്ള വിശ്വാസമൊന്നും ഒരു കേരളക്കാരനും വേണ്ട. കാരണം വെള്ളാപ്പള്ളി ഇതിനെല്ലാം പൂട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു താപ്പാനയാണെന്ന് തന്നെ പറയേണ്ടി വരും.